ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ അധ്യായമായ ഉൽപ്പാദന ഘടകങ്ങളും സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളും എന്ന ഒരു ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ്, ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉദാഹരണം, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, വാഹന നിർമ്മാണം, ഗതാഗതം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഉൽപ്പാദനം. അതിന് ഉദാഹരണമാണ് എന്ത്? ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, വാഹന നിർമ്മാണം, ഗതാഗതമൊക്കെ. അടുത്ത പോയിന്റ്, ഉൽപ്പാദന ഘടകങ്ങളാണ്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങൾ എന്താണ്? ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളെ 4ആയിട്ട് തരംതിരിക്കാം. ഉൽപ്പാദന ഘടകങ്ങളെ എങ്ങനെയാണ്? 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഭൂമി, അധ്വാനം, മൂലധനം, സംഘാടനം. ഭൂമി, ലാൻഡ്, അധ്വാനം, ലേബർ, മൂലധനം, ക്യാപിറ്റൽ, സംഘാടനം, ഓർഗനൈസേഷൻ എന്നിങ്ങനെ ഉൽപ്പാദന ഘടകങ്ങളെ 4ആയിട്ട് തിരിക്കാം. അപ്പോൾ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തെ സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളെ 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? 1 ഭൂമി, ലാൻഡ്, 2 അധ്വാനം, ലേബർ, 3 മൂലധനം, ക്യാപിറ്റൽ, 4 സംഘാടനം, ഓർഗനൈസേഷൻ. അടുത്ത പോയിന്റ് എന്താണ്? ഭൂമിയെക്കുറിച്ച് നോക്കാം. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്ന ഘടകത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. മണ്ണ്, ജലം, വായു, ധാതുക്കൾ എന്നിവയെല്ലാം ഭൂമി എന്നതിൽ ഉൾക്കൊള്ളുന്നു. ഭൂമിക്ക് നൽകുന്ന പ്രതിഫലമാണെന്ത്? പാട്ടം. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്ന ഘടകത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. മണ്ണ്, ജലം, വായു, ധാതുക്കൾ എന്നിവയെല്ലാം ഭൂമി എന്നതിൽ ഉൾക്കൊള്ളുന്നു. ഭൂമിക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഒന്നുകൂടെ നോക്കാം. ഭൂമി എന്താണ്? ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ഭൂമി എന്ന ഘടകത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. മണ്ണ്, ജലം, വായു, ധാതുക്കൾ എന്നിവയെല്ലാം ഭൂമി എന്നതിലാണ് ഉൾപ്പെടുന്നത്. ഭൂമിക്ക് നൽകുന്ന പ്രതിഫലം എന്താ അറിയപ്പെടുന്നത്? പാട്ടം അഥവാ റെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അധ്വാനം, ലേബർ. എന്താണ്? തൊഴിലാളികളുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിന്റെ മറ്റൊരു ഘടകം. തൊഴിലാളികളുടെ അധ്വാന ശേഷിയാണ് എന്ത്? ഉൽപ്പാദനത്തിന്റെ മറ്റൊരു ഘടകം. പ്രതിഫലത്തിനായി ചെയ്യുന്ന കായികവും മാനസികവുമായ എല്ലാ തൊഴിലുകളും എന്താ അറിയപ്പെടുന്നത്? അധ്വാനം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ നോക്കാം. 2ാമത്തെ ഘടകമാണ് അധ്വാനം. ഉൽപ്പാദന ഘടകങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഭൂമി, 2 അധ്വാനം. അധ്വാനം എന്താണ്? തൊഴിലാളികളുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിന്റെ മറ്റൊരു ഘടകം. പ്രതിഫലത്തിനായി ചെയ്യുന്ന കായികവും മാനസികവുമായ എല്ലാ തൊഴിലുകളും എന്താണ്? അധ്വാനത്തിൽ ഉൾപ്പെടും. അടുത്ത പോയിന്റ്, ഭൂമിയുടെ കുറച്ച് പ്രത്യേകതയും കൂടി നോക്കാം. ഭൗമോപരിതലത്തിലും ഭൗമാന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമെല്ലാമുള്ള പ്രകൃതി വിഭവങ്ങൾ ഭൂമി എന്നതിൽ ഉൾപ്പെടുന്നു. ഭൗമോപരിതലത്തിലും ഭൗമാന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമുള്ളതെല്ലാം എന്താണ്? പ്രകൃതി വിഭവങ്ങളൊക്കെ ഭൂമി എന്നതിലാണ് ഉൾപ്പെടുന്നത്. ഭൂമിയുടെ മൊത്തം അളവ് വർദ്ധിപ്പിക്കാനാവില്ല. ഭൂമി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ മൊത്തം അളവ് വർദ്ധിപ്പിക്കാനാവില്ല. ഭൂമി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാവില്ല. ഭൂമി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാവില്ല. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ പറ്റും. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ പറ്റും. പക്ഷെ എന്താണ്? ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനാവില്ല. ഭൂമിയുടെ മൊത്തം അളവ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഭൗമോപരിതലത്തിലും ഭൗമാന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമെല്ലാമുള്ള പ്രകൃതി വിഭവങ്ങൾ ഭൂമി എന്നതിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അധ്വാനത്തിൻ്റെയാണ്. അധ്വാനം എന്നതിൽ എന്താണ്? അധ്വാനത്തിനുള്ള പ്രതിഫലമാണ് വേതനം അഥവാ കൂലി. അധ്വാനത്തിനുള്ള പ്രതിഫലമാണെന്ത്? വേതനം അഥവാ കൂലി. തൊഴിലാളികളുടെ അധ്വാനശേഷിയാണ് ഉൽപ്പാദനത്തിന്റെ മറ്റൊരു ഘടകം. പ്രതിഫലത്തിനായി ചെയ്യുന്ന കായികവും മാനസികവുമായ എല്ലാ തൊഴിലുകളും എന്താണ്? അധ്വാനം എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. അധ്വാനത്തിലുള്ള പ്രതിഫലം എന്താ അറിയപ്പെടുന്നത്? വേതനം അഥവാ കൂലി എന്നാണ് അറിയപ്പെടുന്നത്. വേജ് എന്നാണ് അറിയപ്പെടുന്നത്.
അടുത്ത പോയിന്റ് അധ്വാനത്തിൻ്റെ ബാക്കി പോയിന്റാണ്. അധ്വാനശേഷി മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനാവില്ല. എന്താണ് അധ്വാനശേഷി മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനാവില്ല. അധ്വാനം നൽകുന്നത് ആരാണ്? തൊഴിലാളികളാണ്. അധ്വാനം നൽകുന്നത് ആരാണ്? തൊഴിലാളികളാണ്. അധ്വാനശേഷി തൊഴിലാളികളിൽ നിന്നും വേർപെടുത്താനാവില്ല. അധ്വാനശേഷി തൊഴിലാളികളിൽ നിന്നും വേർപെടുത്താനാവില്ല. അധ്വാനശേഷി ആരോഗ്യം, വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. അധ്വാനശേഷി ഒരു തൊഴിലാളിയിൽ നിന്ന് നമുക്ക് വേർപെടുത്താനും പറ്റില്ല. അധ്വാനശേഷി എന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അധ്വാനം നൽകുന്നത് ആരാണ്? തൊഴിലാളികളാണ്. അധ്വാനശേഷി മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും ആവില്ല. അടുത്ത ഘടകമാണ് എന്ത്? മൂലധനം അഥവാ ക്യാപിറ്റൽ. എന്താണ്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും സാധിക്കുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെല്ലാം ചേർത്താണ് മൂലധനം എന്ന് വിളിക്കുന്നത്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും സാധിക്കുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെയെല്ലാം ചേർത്താണ് എന്ത്? മൂലധനം എന്ന് വിളിക്കുന്നത്. യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, പണം മുതലായവെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശ, ഇൻട്രസ്റ്റ് ആണ് മൂലധനത്തിനുള്ള പ്രതിഫലം. അപ്പോൾ മൂലധനം എന്താണ്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും സാധിക്കുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെയെല്ലാം ചേർത്താണ് മൂലധനം എന്ന് വിളിക്കുന്നത്. യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, പണം മുതലായവെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂലധനത്തിൻ്റെ പ്രതിഫലമാണെന്ത്? പലിശ അഥവാ ഇൻട്രസ്റ്റ്. അടുത്ത പോയിന്റ് സ്ഥിര മൂലധനം. മൂലധനം 3 തരത്തിലുണ്ട്. ഒന്ന് സ്ഥിര മൂലധനം, 2 എന്താണ്? പ്രവർത്തന മൂലധനം, 3 പണമൂലധനം. സ്ഥിര മൂലധനം എന്താണ്? തുടർച്ചയായി ഉപയോഗപ്പെടുത്താവുന്ന മൂലധനമാണ് സ്ഥിര മൂലധനം. അതിന് ഉദാഹരണമാണ് എന്ത്? ഫാക്ടറി. ഫാക്ടറിയൊക്കെ എന്താണ്? നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് അങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന മൂലധനമാണ് എന്ത്? സ്ഥിര മൂലധനം. അടുത്ത പോയിന്റ് പ്രവർത്തന മൂലധനം. അതത് സമയങ്ങളിലെ പ്രവർത്തന ആവശ്യങ്ങൾക്കുള്ള മൂലധനം. ഉദാഹരണം എന്താണ്? അസംസ്കൃത വസ്തുക്കൾ. അസംസ്കൃത വസ്തുക്കളൊക്കെ നമ്മൾ അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ പ്രവർത്തന മൂലധനത്തിൽ എന്താണ്? അതത് സമയങ്ങളിലെ പ്രവർത്തന ആവശ്യങ്ങൾക്കുള്ള മൂലധനമാണ് അസംസ്കൃത വസ്തുക്കൾ. പണമൂലധനം. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണെന്ത്? പണമൂലധനം. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണ് പണമൂലധനം. അപ്പോൾ മൂലധനത്തെ 3ആയിട്ട് തരംതിരിക്കാം. സ്ഥിര മൂലധനം, പ്രവർത്തന മൂലധനം, പണമൂലധനം. സ്ഥിര മൂലധനം എന്താണ്? തുടർച്ചയായി ഉപയോഗപ്പെടുത്താവുന്ന മൂലധനമാണ്. ഉദാഹരണം ഫാക്ടറി. അടുത്തത് പ്രവർത്തന മൂലധനം. എന്താണ്? അതത് സമയങ്ങളിലെ പ്രവർത്തന ആവശ്യങ്ങൾക്കുള്ള മൂലധനം. ഉദാഹരണം എന്താണ്? അസംസ്കൃത വസ്തുക്കളാണ്. അടുത്തത് പണമൂലധനം. മൂലധന വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമാണെന്ത്? പണമൂലധനം. അടുത്ത പോയിന്റാണ് സംഘാടനം, ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനമാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ത്? സംഘാടനം. സംഘാടനം നടത്തുന്ന ആളെ സംരംഭകൻ അഥവാ സംഘാടകൻ എന്ന് വിളിക്കുന്നു. സംഘാടനത്തിന് നൽകുന്ന പ്രതിഫലമാണെന്ത്? ലാഭം അഥവാ പ്രോഫിറ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ത്? സംഘാടനം. സംഘാടനം നടത്തുന്ന ആളെ സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ എന്ന് വിളിക്കുന്നു. സംഘാടനത്തിന് നൽകുന്ന പ്രതിഫലം എന്താണ്? ലാഭമാണ്, പ്രോഫിറ്റാണ് സംഘാടനത്തിന് നൽകുന്ന പ്രതിഫലം. അടുത്ത പോയിന്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായും 3 മേഖലകളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായി 3 മേഖലകളായി തിരിക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അവ ഏതൊക്കെയാന്ന് നോക്കാം. പ്രാഥമിക മേഖല കാർഷിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രകൃതിയുമായി നേരിട്ട് ഇടപഴകി ഉൽപാദനം നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതിയുമായി നേരിട്ട് ഇടപഴകി ഉൽപാദനം നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പ്രാഥമിക മേഖലയിൽ ഉൽപാദനം നടത്തുന്നത്. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പ്രാഥമിക മേഖലയിൽ ഉൽപാദനം നടത്തുന്നത്. ഉദാഹരണം കൃഷി, മത്സ്യബന്ധനം, നായാട്ട്, ഖനനമൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രധാനമായും 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല.
പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല. പ്രകൃതിയുമായിട്ട് നേരിട്ട് ഇടപഴകി ഉൽപാദനം നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് പ്രാഥമിക മേഖലയിൽ ഉൽപാദനം നടത്തുന്നത്. എന്തൊക്കെയാണ് അതിന് ഉദാഹരണം? കൃഷി മെയിനായിട്ട്, മത്സ്യബന്ധനം, നായാട്ട്, ഖനനമൊക്കെ എന്താണ് പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ്. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് വ്യവസായ പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണെന്ത്? ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് വ്യവസായ പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണെന്ത്? ദ്വിതീയ മേഖല. അടുത്ത പോയിന്റ്, ഇതിന് ഉദാഹരണം എന്തൊക്കെയാ ദ്വിതീയ മേഖലയ്ക്ക്? തുണി നിർമ്മാണം, ടയർ നിർമ്മാണം, വൈദ്യുത നിർമ്മാണം, വാഹന നിർമ്മാണം, യന്ത്രങ്ങൾ മുതലായവയെല്ലാം ദ്വിതീയ നിർമ്മാണത്തിന് ഉദാഹരണമാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് വ്യവസായ പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ഉദാഹരണം എന്തൊക്കെയാണ്? തുണി നിർമ്മാണം, ടയർ നിർമ്മാണം, വൈദ്യുതി നിർമ്മാണം, വാഹന നിർമ്മാണം, യന്ത്രങ്ങൾ മുതലായവ. അപ്പോൾ ഈ വൈദ്യുതി ഏത് മേഖലയിലാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? തൃതീയ മേഖല അഥവാ സേവന മേഖല. തൃതീയ മേഖല എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട്? സേവന മേഖല എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. അപ്പോൾ തൃതീയ മേഖലയിൽ എന്ത് പ്രവർത്തനങ്ങളാണ്? സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. സേവനങ്ങൾ മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് അതിന് ഉദാഹരണം? ഗതാഗതം, വിദ്യാഭ്യാസം, ബാങ്കിങ്, വാർത്താവിനിമയം, വ്യാപാരം ഒക്കെ എന്താണ്? സേവന മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മേഖലകൾ മറ്റൊരു മേഖലയുടെ വളർച്ചയ്ക്ക് സഹായമാകുന്നു. ഒരു മേഖല മറ്റൊരു മേഖലയുടെ വളർച്ചയ്ക്ക് എന്താണ്? സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തൃതീയ മേഖല സേവന മേഖല എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. സേവനങ്ങൾ മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഉദാഹരണം എന്തൊക്കെയാ? ഗതാഗതം, വിദ്യാഭ്യാസം, ബാങ്കിങ്, വാർത്താവിനിമയം, വ്യാപാരം തുടങ്ങിയവയ്ക്ക് തൃതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഈ 3 മേഖലകളും എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു മേഖല മറ്റൊരു മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് റബ്ബർ ടാപ്പിംഗ്. അന്ന് ടയർ ഫാക്ടറിക്ക് കൊണ്ടുവന്നിട്ട് ടയർ വിൽപ്പന കേന്ദ്രത്തേക്ക് കൊണ്ടുവരുന്നു. അത് വീണ്ടും റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ദാരിദ്ര്യം എന്നാൽ എന്താണെന്ന് നോക്കാം. ദാരിദ്ര്യം മനുഷ്യന്റെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മനുഷ്യന്റെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ശുദ്ധജലം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയെ ദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നു. മനുഷ്യന്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ശുദ്ധജലം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയെ ദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യം ആസൂത്രണ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ഗ്രാമങ്ങളിൽ 2400 കലോറിയിൽ താഴെയും നഗരങ്ങളിൽ 2100 കലോറിയിൽ താഴെയും മാത്രം പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദരിദ്രരായി കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ദാരിദ്ര്യം? മനുഷ്യന്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ശുദ്ധജലം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയെ ദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ദാരിദ്ര്യത്തിന് ആസൂത്രണ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ഗ്രാമങ്ങളിൽ 2400 കലോറിയിൽ താഴെയും നഗരങ്ങളിൽ 2100 കലോറിയിൽ താഴെയും മാത്രം പോഷകാഹാരം ലഭിക്കുന്നവരെയാണ് ദരിദ്രരായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് ലക്ഷ്യം? തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണിത്. 2005 ഈ നിയമം നടപ്പിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത പോയിന്റ് എന്താണ്? 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണിത്. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണിത്. 2005 ഈ നിയമം നടപ്പിൽ വന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്